സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? ഇവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പേര് കൊടുത്തായിരുന്നോ? പേര് കൊടുത്തിട്ടില്ല. അടുത്ത് വിളിച്ചു. എന്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ശോഭനയുടെ ഭവനത്തിന്റെ മേൽ തമ്പുരാൻ നിന്ദകളെ എടുത്തു മാറ്റാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ശോഭനയുടെ ഭവനത്തിലെ നിന്ദകൾ, ഭയങ്കരമായ നിന്ദകളുണ്ട് സിസ്റ്ററെ. തന്റേതല്ലാത്ത കാരണത്താല് ഒത്തിരി പഴി കേൾക്കേണ്ടി വന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, വീടിന്റെ പുറത്തിറങ്ങുമ്പോ പോലും പല ആൾക്കാർ പഴി പറഞ്ഞ് തെറ്റിദ്ധാരണകൾ പരത്തി എല്ലാ ദിവസവും കരയേണ്ട ഒരു അവസ്ഥയാ. കുടുംബത്തിന്റെ അകത്തുനിന്ന് പോലും കുത്തുവാക്കുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക. കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്നു, ശോഭനയെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ പേര് വല്ലോടത്തും പറഞ്ഞിട്ടുണ്ടോ, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചതിന്റെ കാരണം അതാണ്. ശോഭനയെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറ. ആ ഭവനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്ലാന് തമ്പുരാൻ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. സിസ്റ്ററെ, ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നേ? ഓ, യേശു തൊടുക കേട്ടോ, യേശു തൊടുക. കർത്താവെ, ഇന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അടുത്ത് നിൽക്കുന്ന വ്യക്തി ഒന്ന് കൈ തൊട്ടെ, ആ വ്യക്തിയെ തൊട്ടെ. ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ആ വ്യക്തിയുടെ ഭവനത്തിൽ വെളിപ്പെടും. സിസ്റ്ററെ, ആ ഭാരം തമ്പുരാൻ ഇന്ന് ഇറക്കി വെക്കുക കേട്ടോ. എന്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്തൊരു നിലവിളി ഉണ്ടാകുമെന്ന് വാദിച്ചു നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നല്ലോ. എന്റെ യേശുവേ, ഈ ദിവസങ്ങളിൽ കേട്ട പഴികൾ, ഈ ദിവസങ്ങളിൽ കേട്ട വേദനിക്കുന്ന വാക്കുകൾ, കർത്താവെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഇന്നൊരു ഞാൻ കാണുന്ന ഒരു കാര്യം, ചുമട് താങ്ങുന്ന ഒരു കഴുതയ്ക്ക് സമമായി ഓടി തളർന്നതാ. ഇന്ന് അതിന് ഒരു നല്ലൊരു ആശ്വാസ വാക്ക് പോലും പറയാൻ ആരുമില്ലാതെ, ഒന്നൊന്ന് സമാധാനിപ്പിക്കാൻ പോലും ഒരു വാക്കില്ലാതെ പലപ്പോഴും പഴി കേൾക്കേണ്ടിയാ വരുന്നത്. പലപ്പോഴും നിന്ന കേൾക്കേണ്ടി വരിക. പലപ്പോഴും ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവ്, ഞാൻ ഇത്രയും ഓടിയിട്ടും ഇത്രയും ചെയ്തിട്ടും ഒരു ആശ്വാസ വാക്ക് പോലും എന്നോട് ആരും പറഞ്ഞില്ല. ഞാൻ കുടുംബമാ കർത്താവ് എന്നെ എടുത്തു കാണിക്കുന്നത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ ഇടയിൽ തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോവാ കേട്ടോ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ, ഓ യേശുവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുക. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, മാർച്ച് മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയെ ദൈവം കുടുംബത്തിന്റെ അകത്തോട്ട് ഇങ്ങനെ അയക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. മാർച്ച് മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയെ ദൈവം അയക്കുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, എന്റെ പ്രിയ മകളുടെ 7 വർഷമായിട്ട് സഹോദരി, 7 വർഷമായിട്ട് കുടുക്കിയതാ. 7 വർഷമായി കുടുക്ക ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നത് കേട്ടോ. 7 വർഷമായിട്ട് കുടുംബത്തിന്റെ അകത്ത് പലതും വിറ്റ് കളയേണ്ട അവസ്ഥയിലേക്ക് കയറിക്കൂടിയതാ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് നന്മ തുറക്കുക. അജയശ്വർ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇന്ന് പ്രിയമകളുടെ ജീവിതത്തിലെ 7 വർഷമായി കയറി നിന്നത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടന്റെ ആശകൾ നശിക്കട്ടെ, അവന്റെ പ്രവർത്തികൾ നശിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടി നീക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ആ വിടുതലിലേക്ക് പ്രിയ മകളെ കൊണ്ടുപോകുന്നപ്പ. ആ ദുഷ്ട പിശാച് യേശുവിന്റെ കുടുംബത്തിൽ നിന്ന് അഴിയട്ടെ. ആ ദുഷ്ടപിശാചിന്റെ പ്ലാനുകൾ കുടുംബത്തിൽ നിന്ന് അഴിയുക കേട്ടോ. ആ പൈശാചിക ശക്തി ഇപ്പൊ അഴിയുക, ആ കുടുംബം വിട്ട് അഴിയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് മുറുക്കെ പിടിച്ചു. വലിയൊരു ദൈവശക്തി വ്യാപരിക്കുക. ഓ, വലിയൊരു ദൈവശക്തി വ്യാപരിക്കുക. എന്നാ പ്രിയ മകളുടെ ശരീരത്തിന്റെ മേലേക്കും കർത്താവെ, ഇന്ന് കാലങ്ങളായി കയറിക്കൂടി കുടുംബത്തിന്റെ സമാധാനം കെടുത്തി ആളുകളുടെ സ്വസ്ഥത കെടുത്തുന്ന ആ ദുഷ്ടപിശാചിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ ആ ശരീരം വിട്ട് ഇറങ്ങിപ്പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അപ്പൊ നിങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പ. പ്രിയ മകള് ഇന്ന് ഇത് വിടിവിക്കപ്പെടുക. അവിടെ ഇരുത്തിക്കോ. ആ സിസ്റ്റർ അവിടെ ഇരുത്തിയിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് കൈവച്ച് ഇരുത്തി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിലപ്പ ഞങ്ങളിത് ബ്ലസ് ചെയ്യുന്നപ്പ. 7 വർഷമായിട്ട് ഇന്ന് രോഗത്താലും പ്രയാസത്താലും നിന്നയാലും കർത്താവെ കുടുംബത്തെ ഇന്ന് നശിപ്പിക്കാൻ കയറിക്കൂടിയത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ ആ ശരീരം വിട്ട് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്വസ്ഥത ഉണ്ടാവും കേട്ടോ. എനിക്കൊന്ന് ഇരിക്കാൻ പോലും കഴിയാതെ വണ്ണം എനിക്ക് സമാധാനം തരാത്ത രീതിയിൽ എന്റെ ജീവിതത്തെ കറക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ന് സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള കൃപയിലേക്ക് ദൈവം കൊണ്ടുപോവുക.
ഓ യേശുവേ, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, ബ്ലസ് ചെയ്യുന്നപ്പാ, ബ്ലസ് ചെയ്യുന്നപ്പാ, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സിസ്റ്ററെ, കരഞ്ഞത് മതി കേട്ടോ. ഇനി കണ്ണുനീരിന് തമ്പുരാൻ പറയാൻ വേണ്ടിയാണോ കൈ ഉയർത്തിയത്? അതെ. നിഷയുടെ ഭവനമാണോ? നിഷയുടെ ഭവനമാണ്. നിഷ ആരാ സിസ്റ്റർ? മോള നിഷ. ഓ, ഇന്ന് തമ്പുരാൻ തൊടുക കേട്ടോ. നിഷയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ. സിസ്റ്ററെ, ഇങ്ങോട്ട് കയറി വന്നപ്പോ ആരുടെങ്കിലും പറഞ്ഞായിരുന്ന മോളുടെ പേര് നിഷ എന്നാന്ന്? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അറിയത്തില്ല. ഇല്ല. എവിടുന്നാ സിസ്റ്റർ വരുന്നത്? ട്രിവാൻഡ്രത്താണോ? അങ്ങ് മീനാങ്കല, അരിനാടം കഴിഞ്ഞങ്ങ് പോണം. ട്രിവാൻഡ്രത്ത് തന്നെയാ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവിനോട് പറഞ്ഞു, നിഷയുടെ ജീവിതത്തിൽ അവളുടെ ഭാവിയെ അടച്ചതിന് കർത്താവിന് തുറക്കാൻ വേണ്ടി പോവാ. നിഷ ഒരു സാക്ഷിയാകും. ഓ ജീസസ്. ഇന്ന് ആ മകളെ ഓർത്ത് വലിയൊരു ആകുലത ഉണ്ടായിരുന്നു. ഇന്ന് അത് തമ്പുരാൻ എന്നിട്ട് എന്റെ കർത്താവ് 2 പേരെ ദൈവം തൊടും കുടുംബത്തിന്റെ അകത്ത്. 2 പേരെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് അതേപോലെ തന്നെ 2 പേരെ ഓർത്തുള്ളൊരു ഭാരം ഉണ്ടായിരുന്നു. തമ്പുരാൻ ഇന്ന് അത് നീക്കുക കേട്ടോ. 2 പേരെ ഓർത്തുള്ള ഭാരമാ ഇന്ന് തമ്പുരാൻ തൊടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് നിഷയുടെ ഭാവിയെ കർത്താവ് തൊടും. അതുപോലെ തന്നെ കർത്താവ് മറ്റൊരു വ്യക്തികൾ ഒരേപോലെ ദൈവം തൊടും. 2 പേരെ പറ്റി ആകുലതയാ. ഈ കർത്താവ് ഇന്ന് ഇതിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്തും ഇറങ്ങി പുറപ്പെട്ട സമയത്തും വലിയ സങ്കടത്തോടെ വന്നത് കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്ന ആ ഭാരം ദൈവം എടുത്ത് മാറ്റുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. 2026 കയറുമ്പോൾ തന്നെ ഞാൻ ഈ ജനുവരി എന്നുള്ള മാസം ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ജനുവരി ഇന്ന് കർത്താവ് വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കുക കേട്ടോ. യേശുവേ, ജനുവരി മാസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ മോളുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി മാസം കാണിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി തമ്പുരാൻ വെളിപ്പെടുത്തും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങൾ നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പോകേണ്ട കുടുംബമല്ല നിങ്ങൾ കേട്ടോ. ഇങ്ങനെ പോകേണ്ട ഭവനമല്ല നിങ്ങളുടെ ഭവനം. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, പെട്ടെന്ന് ഒരു ഭവനത്തിലേക്കുണ്ടായ ഒരു പ്രശ്നം നിമിത്തം ഭവനത്തിന്റെ അകത്തെ വഴികൾ അടഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുന്നു. മറ്റുള്ളവർ പലപ്പോഴും ചോദിക്കുക, ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുവാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ ആകുലപ്പെടുക. തമ്പുരാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ, ഇനി ചോദിക്കുവാൻ നാവുകൾ പൊങ്ങാതിരിപ്പാൻ തക്കവണ്ണം അഹരോന്റെ വടി തളിർത്തു, ഇസ്രായേലിന്റെ പിറുപിറുപ്പോ അവസാനിച്ചു എന്ന് പറഞ്ഞതുപോലെ വടി തളിർക്കാൻ വേണ്ടി പോവാ. വടി തളിർക്കാൻ വേണ്ടി പോവാ. ചില പിറുപിറുപ്പുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകട്ടോ, യേശുവിന്റെ നാമത്തിൽ. എന്റെ കർത്താവ് പറഞ്ഞു, കുടുംബത്തിന്റെ അകത്ത് തമ്പുരാൻ ചിലരുടെ നടുവിൽ സാക്ഷിയാക്കാൻ വേണ്ടി പോവാ. ദൈവം ചിലരെ അത്ഭുതമാക്കാൻ വേണ്ടി പോവാ. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗം വേർതിരിക്കാൻ വേണ്ടി പോവാ. കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, നിഷയുടെ മേലും ആ കുടുംബത്തിൽ ഇന്ന് തലമുറയുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടും. അവരുടെ ഭാവിയെ തലമുറകളുടെ നന്മ കാണും കേട്ടോ. തലമുറകളുടെ നന്മ കാണും. യേശുവിന്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കുന്നു. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നപ്പ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓഗസ്റ്റ് മാസവുമായിട്ട് കർത്താവിനെ കാണിക്കുക. ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുക കേട്ടോ. അതൊന്ന് കുറിച്ച് വെച്ചോണേ. ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ ഭാരങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ദൈവം തെളിയിക്കാൻ വേണ്ടി പോട്ടോ. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ഭാരമായിരുന്നു. മക്കളെ കുറിച്ച് തന്നെ ഭാരം. ഞങ്ങൾ നാട് വിട്ട് വരെ പോയതാ. ഓ യേശുവേ, എന്നോട് ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്നത്, ഒരു തോമസിന്റെ ഭവനത്തെ നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഇനി നിങ്ങൾ നാട് വിടണ്ട, തമ്പുരാൻ അതിനുവേണ്ടി ആളുകളെ ഒരുക്കും. ഇനി ഭാരപ്പെടേണ്ട സിസ്റ്ററെ, ഇനി ഭാരപ്പെടേണ്ട. ഇത് നമ്മുടെ സമയം കേട്ടോ. കർത്താവെ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, സാരങ്ങളൊന്ന് കൈവച്ച്, പ്രിയ മകളുടെ മേലൊന്ന് കൈവച്ച്, ദേഹത്തൊന്ന് കൈവച്ച്. എന്റെ യേശുവേ, ഇന്ന് ഞങ്ങൾ ആ മകളുടെ കണ്ണ് നിങ്ങൾ കണ്ടല്ലോ. ആ മകള്